ബ്രോ ക്ലീൻ ഷേവ് അടിച്ച് നോക്ക്, ലുക്കായിരിക്കും, ട്രൈ ചെയ്ത് നോക്ക്. 283 ലൈക്ക്. അത് 4-3-8 മീശയുണ്ട്, അത് ഒറ്റിയിട്ട് പോകണം ഒടിയനാ. മുകളിലോട്ട് എന്റെ ഗ്രാഫ് പോയെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത് കൊള്ളാം. ഞാനൊരു വലിയ സംഭവം അല്ലേ. അങ്ങേര് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെന്നാ കേട്ടെ. അതെന്താടാ മൊശോടാ, ഞാൻ അത്രയ്ക്ക് അസ്മാദൃശ്യനാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത് പുതുപുത്തമ്പിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ ഇന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമ്മളിന്ന് കുറച്ച് കമന്റ്സിന് റിയാക്ട് ചെയ്യാൻ പോവാണ്. റിയാക്ഷൻ അല്ല, ചെറിയൊരു ഫണ്ണി കമന്റ്സ് ആണ് കൂടുതൽ വന്നേക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാത്ത എൻ്റെ യൂട്യൂബിലുള്ള കുറേ ആൾക്കാർക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ. അതായത് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാറുണ്ട്. അതായത് റീൽസ് എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി ഔട്ട്ഫിറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യാറ്. അതായത് കുറേ സിനിമാ നടന്മാരുടെ ഡ്രസ്സുകൾ, അതേപോലെ നമ്മൾ അതേപോലെ കളറും ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ ജസ്റ്റ് ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം കുറച്ച്. അപ്പോൾ അതേപോലത്തെ ഫോട്ടോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് റീൽസ് ആക്കി ഇടാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടംപോലെ കമൻറ്റുകൾ വരാറുണ്ട്, കുറേ ഫണ്ണി കമൻറ്റ്സ് വരാറുണ്ട്, വേറെ കുറേ കമൻറ്റുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് വന്ന കുറച്ച് കമൻറ്റ്സാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മിനിമം ഒരു 50 ലൈക്കിന് കൂടുതലാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം എടുത്തേക്കുന്നത്. അതിന് കുറവുള്ള നിങ്ങൾ കുറേ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ മിനിമം ജസ്റ്റ് 50 ലൈക്കിന് കൂടുതലുള്ള കുറച്ച് കമൻറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കമൻറ്റുകളും പിന്നെ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഔട്ട്ഫിറ്റ് വീഡിയോസിൻ്റെ കമൻറ്റ്സ് ആണ് ഇതൊക്കെ മൊത്തം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഔട്ട്ഫിറ്റ് വീഡിയോ ഇട്ടത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ, ഈ സൈഡിൽ കാണുന്ന ഫോട്ടോ കണ്ടില്ല, അപ്പോൾ അതെടുത്ത എൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇട്ടുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നൊരു കമൻറ്റ് എന്ന് പറയുന്നത്, മോനെ നിനക്കിത് റെഡിയാവുമെന്ന് തോന്നുന്നില്ല, വേറെ എന്തെങ്കിലും പണി അറിയാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങളും ചോദിച്ചു. അതായത് ഫസ്റ്റ് വീഡിയോയിൽ അങ്ങനെയാണ് കമൻറ്റ് വന്നത്, വേറെ എന്തെങ്കിലും പണി ശരിയാവോ എന്നൊക്കെ. ഇത് നമുക്ക് റെഡിയാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് പെട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു കുറച്ചാളായിട്ട്. ഇപ്പോൾ പക്ഷേ നല്ല റീച്ച് ഉണ്ട് നമ്മുടെ ഔട്ട്ഫിറ്റ് വീഡിയോസ്. ഒരു മിനിമം ഒരു 50K 100K 200K ഒക്കെയാണ് നമ്മുടെ ഇപ്പോൾ എല്ലാ ഔട്ട്ഫിറ്റ് വീഡിയോസിനും റീച്ച് വരുന്നത്. അപ്പോൾ ഈ പണി ശരിയാവില്ല എന്നാണ് ആൾ പറഞ്ഞത്. പക്ഷേ ശരിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജസ്റ്റ് ഞാൻ കുറച്ചാളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ അതേപോലെ തന്നെ വേറെ വല്ല പണി അറിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. വേറെ പണി എനിക്ക് ഓൾറെഡി വേറെ പണിയുണ്ട്. ഞാൻ ജസ്റ്റ് ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബേസിലിൻ്റെ വീഡിയോ ഇട്ടുണ്ടായി, ബേസിൽ ജോസഫിൻ്റെ ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ. അതാണെന്നുകൊണ്ട് ഏറ്റവും വ്യൂ വന്ന വീഡിയോ. 1.1 മില്യൺ വ്യൂ വന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി 1.1 മില്യൺ ആണ് വ്യൂ. അപ്പോൾ അതിൽ കുറച്ചധികം കമൻറ്റുകളുണ്ട്, കുറേ ലൈക്കുള്ള കമൻറ്റുകൾ. അപ്പോൾ ഒരു ഓട്ടോ പിടിച്ചെങ്കിലും 2025 വാപ്പതോ അതിന് 346 ലൈക്ക് ഉണ്ട്. അപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടത്. ഇപ്പം എല്ലാവരും ലൂസ് ആയിട്ടുള്ള ബാഗി അങ്ങനെ സംഭവങ്ങളൊക്കെയാണല്ലോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ 2025 ഒരു ഓട്ടോ പിടിച്ചെങ്കിലും വരാൻ വന്നത്. അപ്പോൾ അങ്ങനത്തെ ഔട്ട്ഫിറ്റ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബേസിൽ ജോസഫിൻ്റെ അതേ ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് അങ്ങനത്തെയാണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ള ഡ്രസ്സുകളൊക്കെ, കുറച്ച് ടൈറ്റ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതിലത്തെ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ഉള്ളതായിരുന്നു, പണ്ടത്തെ ഏതോ ഒരു ഷർട്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. പിന്നെ അടുത്ത കമന്റ് എന്ന് പറയുന്നത്, അങ്ങേര് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെന്നാ കേട്ടെ. അതെന്താടാ മൊശോടാ, ഞാൻ അത്രയ്ക്ക് അസ്മാദൃശ്യനാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഫണ്ണി കമന്റ്സുകൾ നമുക്ക് വരാറുണ്ട്. അതായത് നമ്മളെ ആക്കുന്ന അല്ലെങ്കിൽ ഊക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഇഷ്ടംപോലെ വരാറുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഫണ്ണായിട്ട് നമ്മൾ എടുക്കാറുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ ബേസിൽ ഇത് ഇട്ട് ഇനി മേലാൽ ഇട്ട് പോകരുത്. അപ്പൊ അതിന് 730 ലൈക്ക് ഉണ്ട്. അതായത് ഇനി മേലാൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് പോയിരുന്നു. ബേസിൽ ജോസഫിനെ ഔട്ട്ഫിറ്റ് നമ്മൾ പ്രാവശ്യം റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, രണ്ടാമത് ചെയ്തിട്ടില്ല. രണ്ടാമത് ചെയ്യാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ വന്ന ഷർട്ടിന്റെ കാര്യങ്ങൾ കുറേ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് ഷർട്ട് നിർത്തി തയ്ച്ചതാണോ, കറക്റ്റ് ഫിറ്റ്, അതിന് 332 ലൈക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് ഭയങ്കര പണ്ടത്തെ ഷർട്ടാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കളർ കറക്റ്റ് മാച്ച് ആവുന്ന കളർ എന്തെങ്കിലും ഉണ്ടായിരുന്നത് അതാണ്. അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ്. അതായത് ബേസിൽ ജോസഫിന്റെ ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യാന്ന് പെട്ടെന്ന് ഒരു ഫോട്ടോ കണ്ടപ്പോൾ തോന്നിയതാണ്. അപ്പോൾ പെട്ടെന്ന് ഉള്ള ഷർട്ടൊക്കെ വെച്ച് ജസ്റ്റ് റീക്രിയേഷൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതാണ് അങ്ങനത്തെ ഷർട്ട് ഇട്ടത്, ഭയങ്കര ടൈറ്റുള്ള ഷർട്ട്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കമന്റുകളാണ്. അതായത് അഡിഡാസ് എന്നുള്ള ക്ലോസ് ഇട്ടിട്ട് അബിബാസ് അല്ലെങ്കിൽ വേറെ അബ്ബാസോ അങ്ങനത്തെ വേറെ എന്തെങ്കിലും സംഭവം ഇട്ട് ടിക്കിട്ടിട്ട് ഞാൻ പോയിക്കോട്ടെ. അപ്പം അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പം അത് നമുക്ക് ഇങ്ങനെ നമ്മളങ്ങനെ അധികം നോക്കാറില്ല. അതിന് പക്ഷേ 1000ൻ്റെ അടുത്ത് ലൈക്ക് ഉണ്ട്, 989 ലൈക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേസിലിനി ജീവിതത്തിൽ ഔട്ട്ഫിറ്റ് ചെയ്ത് പോസ്റ്റ് ഇടില്ല, അതിന് 106 ലൈക്ക് ഉണ്ട്. ഔട്ട്ഫിറ്റ് ചെയ്ത് പോസ്റ്റ് ഒക്കെ ഇടുമായിരിക്കും. കാരണം എൻ്റെ ഈ ഒരു വീഡിയോ ആൾ കണ്ടിട്ടില്ല, അല്ല കണ്ടാലും ഇടുമായിരിക്കും. എന്നാലും
പിന്നെ അത് ഈ ഒരു കമന്റ് പിന്നെയും വന്നിട്ടുണ്ട്, ഷർട്ട് നീ ഇട്ടിട്ട് തയ്ച്ചതാണോ? 252 ലൈക്ക് ഉണ്ടായ കമന്റിന്. ഷർട്ടിന്റെ ഞാൻ പറഞ്ഞില്ല, അത് ഭയങ്കര പണ്ടത്തെ ഷർട്ടാണ്, ഭയങ്കര ടൈറ്റ് ആണ് എനിക്ക്. പക്ഷെ അത് ഈ ഔട്ട്ഫിറ്റ് വീഡിയോ പെട്ടെന്ന് എനിക്ക് ചെയ്യാമെന്ന് തോന്നിയോണ്ട് ഞാൻ അടുത്ത് ചെയ്തതാണ് ആ സംഭവം. പിന്നെ അതുപോലെ തന്നെ ബേസിൽ ജോസഫിന് പുതിയ എതിരാളി തന്നെ. അതാണ് പിന്നെയും കുഴപ്പമില്ലാത്തത് കമന്റ്. വെറുതെ തമാശക്ക് പറഞ്ഞാണെങ്കിലും രസമാണല്ലോ കേൾക്കാൻ. അത് അതിന് 1003 ലൈക്ക് ഉണ്ട്. അപ്പം അതാണ് തോന്നുന്നത് ഏറ്റവും ലൈക്കുള്ള കമന്റ് ആ ഒരു വീഡിയോയിൽ, അത് ഞാൻ തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ണി മുകുന്ദൻ്റെ ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഈ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് സൈഡിൽ കാണിച്ചു തരാം, അതായത് ഈ റീക്രിയേഷൻ ചെയ്യുന്ന വീഡിയോസ്. അപ്പോൾ അതിന് ഉണ്ണി മുകുന്ദൻ എന്നുള്ള കോഴ്സ് ഇട്ടിട്ട് ഉണ്ണി വാങ്ങാം എന്നിട്ടിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് 232 ലൈക്ക് ഉണ്ട്. ഇങ്ങനെ ആക്കുന്ന കമന്റ് അല്ലെങ്കിൽ നമ്മളെ ഊക്കുന്ന കമന്റുകൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈക്ക് കിട്ടാറുണ്ട്. മറ്റേ കമന്റ്സ് ഉണ്ട് ഇഷ്ടംപോലെ, പക്ഷെ അതിന്റെ ലൈക്ക് കുറവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പിന്നെ കുറെ ചീത്ത പിടിക്കുന്ന അങ്ങനത്തെ കുറെ കമന്റുകൾ വരും, അതിന് അത്യാവശ്യം ലൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ കമന്റ് വരുമ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ കണ്ടപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനത്തെ കമന്റുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഫണ്ണി കമന്റ്സുകളൊക്കെ ഞാൻ ഒന്നും ചെയ്യാറില്ല, അതോടെ കിടക്കും. അതിപ്പോൾ ഇതേപോലെ ലൈക്ക് സംഭവങ്ങളൊക്കെ കിട്ടും. മറ്റേ കുറച്ച് ഭയങ്കരമായിട്ടുള്ള കമന്റുകളൊക്കെ വന്നാൽ അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അതാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഉള്ളത് നിവിൻ പോളിന്ന് വെട്ടിയിട്ട് ഉണ്ണി മുകുന്ദ ടിക്കറ്റ് ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഉണ്ണി മുകുന്ദൻ്റെ വീഡിയോയ്ക്കാണ് അത് കമന്റ് ഇട്ടേക്കുന്നത്. അപ്പം നിവിൻ പോളി എന്നുള്ള കോഴ്സ് ഇട്ടേക്കുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അതൊരു കമന്റ് വന്നിട്ടുണ്ട്. പിന്നെ ടൈറ്റ് ആയിട്ടുള്ള പകരം ലൂസ് ഫിറ്റ് ഇടുന്നിട്ട് 270 ലൈക്കുള്ള കമന്റ്. അത് നമുക്ക് സ്ഥിരം വരുന്ന ഒരു കമന്റാണ്. അതായത് എൻ്റെ മിക്കവാറും ഡ്രസ്സ് അത്യാവശ്യം കുറച്ച് ടൈറ്റ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് വരുന്ന കമന്റാണ്. അതായത് ലൂസായിട്ടുള്ള ബാഗി ജീൻസോ അല്ലെങ്കിൽ ഓവർ സൈസ് ടീഷർട്ടോ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അത് ട്രൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ അതിന് മുമ്പ് ഇഷ്ടംപോലെ ഇതേപോലെ കമന്റ് വന്നിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നെസ്ലൻ്റെ വീഡിയോ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. അതെ, നെസ്ലൻ്റെ വീഡിയോ അല്ല, നെസ്ലൻ്റെ ഔട്ട്ഫിറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. അപ്പം അത് വന്നൊരു കമന്റാണ്, നെസ്ലൻ ഫ്രം മീഷോ 1221 ലൈക്ക്. അതും എല്ലാ കമന്റ് സെക്ഷനിലും ഞാൻ എൻ്റെ കമന്റ് സെക്ഷനിൽ കാണുന്ന സംഭവമാണ്. നെസ്ലൻ ഫ്രം മീഷോ അല്ലെങ്കിൽ കുത്തുരാജ് ഫ്രം മീഷോ. ഞാൻ ആദ്യം ചെയ്യണേ ആളുടെ ഔട്ട്ഫിറ്റാണ് ചെയ്യണേ. ആള് ഇപ്പം മീഷോ എന്ന് പറഞ്ഞിട്ട് കമന്റ് കാണാറുണ്ട്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പം അതിൽ കുറച്ചൊക്കെ കറക്റ്റ് ആയിരിക്കും. കാരണം ഞാൻ ചില ഡ്രസ്സുകളൊക്കെ മിക്കവാറും വാങ്ങുന്നത് മീഷോന്നാണ്. ഓക്കെ, അപ്പോൾ പിന്നെ DQൻ്റെ ഷർട്ട്, അതായത് ദുൽഖർ സൽമാൻ്റെ ഷർട്ടിന് ഒരെണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് ഒരു 32,000 രൂപയാണ് ആ ഒരു ഷർട്ടിൻ്റെ വില. അപ്പോൾ അതേപോലത്തെ ഷർട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണ്, ശശിചേട്ടൻ്റെ കടയിലുണ്ടായിരുന്ന 250 രൂപയുടെ ഷർട്ടല്ലേ അത് കണ്ടൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ശശിചേട്ടൻ്റെ കടയിലുള്ള ഷർട്ടൊന്നല്ല നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ ഒരു ഓൺലൈനിൽ അതിൻ്റെ തന്നെ ഫസ്റ്റ് കോപ്പി തപ്പിയെടുത്ത് വാങ്ങിച്ചതാണ്. ആ ഫസ്റ്റ് കോപ്പിക്ക് ഏകദേശം 650 രൂപയാണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് ദുൽഖർ സൽമാൻ ആ ഷർട്ട് സെയിം സാധനം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു ഔട്ട്ഫിറ്റ് വീഡിയോ. നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള ടീഷർട്ട് ഇട്ടിട്ട് ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു, അല്ല ഒരു റീൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നതാണ്, ഇത് കൊള്ളാം, ഇതേപോലെ കുറച്ച് ലൂസ് ഷർട്ട്സ് ഇട്ടാൽ അടിപൊളിയാകും. അതിന് 127 ലൈക്ക്. തിരിച്ചറിയണ്ടല്ലേ. പിന്നെ ബ്രദർ ട്രൈ സം ലൂസ് ഫിറ്റ്സ്. അപ്പോൾ അത് പാൻറ് ലൂസ് അല്ലായിരുന്നു. അപ്പോൾ അതിൽ 315 ലൈക്കുള്ള അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ലൂസ് ഫിറ്റ്സ് ആണ് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഒരുവിധം എല്ലാ കമൻറ്റ് സെക്ഷനിലും കാണാം ലൂസായിട്ടുള്ള സംഭവങ്ങൾ ട്രൈ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ലൂസ് ഫിറ്റ് ട്രൈ ചെയ്യുന്ന വീഡിയോയ്ക്കും ഇഷ്ടംപോലെ ലൈക്കും വ്യൂവും വരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിവിൻ പോളിയുടെ ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ്, നെക്സ്റ്റ് അലിൻജോസ് പെരേര 408 ലൈക്കുള്ള കമൻറ്റ്. അതായത് അലിൻജോസ് പെരേരയുടെ ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യാൻ. എന്നിട്ട് അത് ഏതാണ്ട് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ കണ്ടിട്ട് അതിന് കുറേ ലൈക്കും വരാറുണ്ട് അലിൻജോസ് പെരേരയുടെ ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യാൻ. അതെന്തായാലും നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ ആലോചിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ബ്രോ ക്ലീൻ ഷേവ് അടിച്ച് നോക്ക്, ലുക്കായിരിക്കും, ട്രൈ ചെയ്ത് നോക്ക്. 283 ലൈക്ക്. അവൻ 4-3-8 മീശയുണ്ട്, അത് ഒറ്റിയിട്ട് വേണം ഒടിയനാവൻ. ക്ലീൻ ഷേവ് അല്ല നമ്മൾ, പക്ഷേ താടിയും മീശയും കുറേ ഉണ്ടായിരുന്നു, അത് മൊത്തം ഷേവ് ചെയ്ത് കളഞ്ഞു. അത് നമ്മൾ വേടൻ്റെ ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഔട്ട്ഫിറ്റ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കളഞ്ഞതാണ്. എന്നാലും ഇത്തിരീശ താടിയൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ അത് അത്യാവശ്യം പിന്നെ വന്നു. ക്ലീൻ ഷേവ് ചെയ്തൊരു മാതിരി ലുക്കാവും എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ മുമ്പ് എപ്പോഴാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാരണം ക്ലീൻ ഷേവ് ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല, പിന്നെ എപ്പോഴേലൊക്കെ ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടോബിനോ തോമസിൻ്റെ ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണല്ലേ മറ്റേ മന്ത്രി പറഞ്ഞ ടിനോവ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഉണ്ട്. മറ്റേ മന്ത്രി അല്ല, നമ്മുടെ ഗോകുലം ഗോപാലൻ സാറല്ലേ മറ്റേ പ്രൊഡ്യൂസർ. അപ്പോൾ ആള് ഒരു ഇൻ്റർവ്യൂലാണ്ട് ഇൻ്റർവ്യൂ അല്ല, ഏതോ ഫിലിമിൻ്റെ എന്തോ പരിപാടിയിൽ നിന്നാണ്ട് ടോബിനോനെ തെറ്റിയിട്ട് ടിനോവ എന്ന് വിളിച്ചത്. അപ്പോൾ ആ ഒരു സംഭവമാണ് കമൻ്റ് ആക്കിയിട്ടേക്കുന്നത്. നമ്മുടെ ടിനോവ നെസ്ലൻ ഓക്കെയാ, ബട്ട് ഉണ്ണി മുകുന്ദൻ സ്വയർ, പിന്നെ കൈ ഇങ്ങനെ നോക്കിയിട്ടുള്ള ആ ഒരു സിമ്പിൾ. ഉണ്ണി മുകുന്ദൻ അടിപൊളിയായി, എൻ്റെ ഔട്ട്ഫിറ്റ് ചെയ്ത് അടിപൊളിയായി എന്നാണ് തോന്നുന്നു. അതെന്തായാലും താങ്ക് യു. പിന്നെ ഇഷ്ടംപോലെ പോസിറ്റീവ് കമൻറ്റുകളുണ്ട് കേട്ടോ. പക്ഷെ പോസിറ്റീവ് കമൻറ്റുകൾക്കൊക്കെ ലൈക്ക് കുറവായിരിക്കും. ഇങ്ങനത്തെ കമൻറ്റുകൾക്കായിരിക്കും ആൾക്കാർ കൂടുതൽ ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. പിന്നെ നോക്കി ചേട്ട ഒരു അമ്മ പെറ്റ മക്കളാണെന്നേ പറയൂ, അതിനാ 2 ലൈക്ക്. അതായത് വീഡിയോ ചെയ്യാൻ നെസ്ലൻ്റെ വീഡിയോ ചെയ്യാൻ തോന്നുന്നു. നെസ്ലൻ്റെ ഞാനും ഒരേ ലുക്കാണെന്നാണ്, ഒരേ തമാശക്ക് പറഞ്ഞാണെങ്കിലും കേൾക്കാൻ ഒരു രസമാണല്ലോ. പിന്നെ അതേപോലെ തന്നെ വേഡൻ്റെ ഔട്ട്ഫിറ്റ് നമ്മൾ റീക്രിയേറ്റ് ഉണ്ടായി. വേഡൻ്റെ അത്യാവശ്യം പെട്ടെന്ന് വ്യൂ കയറിയ ഒരു റീലായിരുന്നു. ഒരു 4-5 ദിവസത്തിലൊരു 5 ലക്ഷം വ്യൂ ആയി തോന്നുന്നത്. അത് തോന്നുന്നു ഇപ്പം ഏകദേശം 5-5 ലക്ഷം വ്യൂ ആയിട്ടുണ്ട് വേഡൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ അതിന് വന്ന കമൻറ്റുകളാണ്: വേഡൻ ക്ലോസ് ഇട്ടതിന് ശേഷം വേലായുധൻ ടിക്കിട്ടിട്ട് 214 ലൈക്ക്. വേലായുധൻ എന്ന് ഉദ്ദേശിച്ചത് മുള്ളംകുല്ലി വേലായുധൻ ആണെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാനാണ് വേലായുധൻ, ആർക്കാണ് പരാതി, എന്താ? അതുകൊണ്ട് അത് തൽക്കാലം അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ വേടൻ ഉപ്പിലിട്ട് വറ്റിച്ചത് 714 ലൈക്കുള്ള കമൻ്റാണത്. വേടൻ ഉപ്പിലിട്ട് വറ്റിച്ചത് ഇതൊന്നും പറയാനില്ല. പിന്നെ വേടൻ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് വേട്ടവൻ ഫയർ. വേട്ടവൻ എന്താ വേടൻ എഴുതിയത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാന്ന് തോന്നുന്നു, ആയിരിക്കും. ആയാൽ മതിയായിരുന്നു. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേടൻ വിത്ത് മീശോ 50 ലൈക്ക്. ഞാൻ വന്നിട്ട് മീശോയുടെ കമന്റ് നമുക്ക് സ്ഥിരമാണ്. മീശോ വേടൻ അണ്ടർ 200 rupees 385 ലൈക്ക്. അപ്പോൾ ഇത് കറക്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ വേടൻ്റെ ഔട്ട്ഫിറ്റ് നമ്മൾ വാങ്ങിച്ചത് മീശോയിൽ നിന്നാണ്. ആ ഒരു ഉള്ളിലിടുന്ന ബനിയൻ ഷർട്ട് എൻ്റെ എല്ലാം ഉണ്ടായിരുന്നതാണ്, ഷർട്ടും പാൻറ്റൊക്കെ. ഉള്ളിലുണ്ട് ഒരു ബനിയനുണ്ട്. വേടൻ്റെ 2 നമ്മളെ ലുക്കുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ ആ ഉള്ളിലിടുന്ന ബനിയൻ നമുക്ക് മീശോയിൽ ഏകദേശം 77 രൂപയോ 2 രൂപയ്ക്ക് നമുക്ക് കിട്ടിയ സംഭവമാണ്. പക്ഷെ അത് കൊള്ളാം, നല്ല അടിപൊളി ബനിയനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേടൻ ക്ലോസ് ഇട്ടിട്ട് മാടൻ ടിക്കറ്റിട്ട് 1410 ലൈക്ക്. മാടൻ എന്ന് വെച്ചാ വേണ്ട, അതൊന്നും ആലോചിക്കണ്ട. അതാണ് സംഭവം. വേടൻ വെട്ടി മാടൻ 1410 ലൈക്ക്. അതാണ് ഏറ്റവും ലൈക്കുള്ള കമന്റ് ആ വീഡിയോയിൽ. അതെ. പിന്നെ നമ്മൾ ലൂസായിട്ടുള്ള കുറച്ച് ലൂസായിട്ടുള്ള സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തപ്പോൾ നെക്സ്റ്റ് ബാഗി +5 സ്ലീവ് ഇടുന്നുണ്ട് 98 ലൈക്കുള്ള കമന്റ് വന്നു. ബാഗി സ്ഥിരമാണ്, എല്ലാ കമന്റ് സെക്ഷനിലും കാണാം. ബാഗി ജീൻസ് ഇടാൻ വേണ്ടിട്ട്, ഓവർ സൈസ് ടീഷർട്ട് ഇടാൻ വേണ്ടിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചും കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മമ്മൂട്ടിയുടെ ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തു. ഇതാണ് ലുക്ക് നിങ്ങൾക്ക് സൈഡിൽ കാണാമല്ലോ എല്ലാവരും. മമ്മൂട്ടിയുടെ ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ്: അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി. പിന്നെ അതിനെ താഴെ വന്ന് കമന്റ് ഇട്ടായിരുന്നു. ഇതിന്റെ ബാക്കി കമന്റ് ഇട്ടുണ്ടായിരുന്നുണ്ട്. അതായത് റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. അത് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അത്ര വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ വെറുതെ ഒരു ദിവസം എനിക്ക് മമ്മൂട്ടിയുടെ ഔട്ട്ഫിറ്റ് കണ്ട് നല്ല ഇഷ്ടമായി. പിന്നെ മമ്മൂട്ടിയാണല്ലോ, അപ്പോൾ എന്തായാലും ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പിന്നെ മമ്മൂക്കാന്ന് വെട്ടിയിട്ട് ക്ലോസ് ഇട്ടിട്ട് മുഹമ്മദ് അലി 440 ലൈക്ക്. മുഹമ്മദ് അലി ഞാൻ പറഞ്ഞില്ല, എല്ലാ വീഡിയോയ്ക്ക് ഇതേപോലെ ഇഷ്ടംപോലെ കമന്റുകളുണ്ടാവും. അത് നമ്മളങ്ങനെ തമാശ ചെയ്തെടുക്കാവുന്നു, അങ്ങനെ തന്നെയാണ്. എന്നാലും പിന്നെ ഇത് കുഴപ്പമില്ല, സീനായിട്ടുണ്ട് 201 ലൈക്ക്. അത് കൊള്ളാം. ഇങ്ങനെ പോസിറ്റീവ് കമന്റുകൾക്ക് ഇങ്ങനെ ലൈക്ക് വരുന്നത് കുറവാണ്. പോസിറ്റീവ് കമന്റുകൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ലൈക്കുള്ള പോസിറ്റീവ് കമന്റുകൾ കുറവാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ കാണാം. പിന്നെ അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നു 169 ലൈക്ക്. അപ്പം അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജിൻ്റെ ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യുന്ന വേണ്ടി ഞാൻ തുടക്കത്തിൽ ആ റീലിൽ പറഞ്ഞാൽ
ഫസ്റ്റ് കുറച്ച് ഭാഗം കട്ടായി പോയിന്നുണ്ട്. അതായത് പൃഥ്വിരാജ് എന്നുള്ള തിരാജ് അങ്ങനെ കുറച്ച് കേൾക്കണുള്ളൂ. അപ്പോൾ അതാണെന്നുണ്ട് പൃഥ്വിരാജ് എന്നുകൊണ്ട് കമന്റ് ഇട്ടേക്കണേ. പിന്നെ നമ്മൾ ബാഗി ജീൻസ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ല കുറേ പേര് നമ്മൾ കമന്റ് ചെയ്താൽ മെസ്സേജ് അയച്ച് സ്ഥിരം കുറേ മെസ്സേജുകൾ വരും. അപ്പോൾ നമ്മൾ ബാഗി ജീൻസ് ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായി, ബാഗി ജീൻസും ഓവർ സൈസ് ടീഷർട്ടും. അപ്പോൾ അതിന് കുറേ കമന്റുകൾ വന്നു, നല്ല അടിപൊളി കമന്റുകൾ. അണ്ണൻ പരിഷ്കാരിയായി വരുന്നുണ്ടല്ലോ അങ്ങനത്തെ കമന്റ് വന്നു. അതിന് 255 ലൈക്ക്. ഞാൻ പറഞ്ഞില്ല പണ്ടല്ല കുറച്ചാൾ മുമ്പ് ഞാൻ നോർമൽ പാൻറ്റുകൾ, സാധാ പാൻറ്റുകളൊക്കെ ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റുകൾ, ഷർട്ടുകൾ, സംഭവങ്ങളൊക്കെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ബാഗി ജീൻസും അതേപോലെ തന്നെ ഓവർ സൈസ് ടീഷർട്ടൊക്കെ ഇട്ടപ്പോൾ വന്ന കമന്റാണ് അണ്ണൻ പരിഷ്കാരിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്രോ ദെൻ എന്നിട്ട് ജോക്കർസ് മറ്റേ സംഭവത്തിൻ്റെ ഫോട്ടോ, അതേപോലെ തന്നെ ബ്രോ നൗന്ന് പറഞ്ഞിട്ട് മുകളിലോട്ടുള്ള ഗ്രാഫ്, ബാഗി ജീൻസും അതേപോലെ തന്നെ ഓവർ സൈസ് ടീഷർട്ടൊക്കെ ഇട്ടപ്പോൾ ഞാൻ കുറച്ച് ലെവൽ കൂടി മുകളിലോട്ട് എൻ്റെ ഗ്രാഫ് പോയെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത് കൊള്ളാം. ഞാനൊരു വലിയ സംഭവം അല്ലേ? അതിന് 579 ലൈക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രോ ജിമ്മിൽ പോയി ഫിറ്റാവ് പൊളിയായിരിക്കും. ഇതും കുറേ വരുന്നൊരു സംഭവമാണ്. അതായത് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കമൻറ്റുകളും പേഴ്സണലായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, അതായത് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, പോയിട്ട് കുറേ നാളൊന്നായിട്ടില്ല, ഒരു 2 മാസം ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ജിമ്മിൽ പോകാൻ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. ജിമ്മിൽ ഞാൻ പോകുന്നുണ്ട്, അപ്പോൾ ഓക്കെ 2 മാസമായിട്ടുള്ളതുകൊണ്ട് ബോഡിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ചാൾ കഴിയുമ്പോൾ അടിപൊളി മസ്കുലാർ ലുക്കൊക്കെ ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇപ്പോഴാണ് കാണാനൊരു മെനയായി, അതും ആ ഒരു സംഭവത്തിൻ്റെയാണ്. അതായത് ബാഗി ജീൻസും ഓവർ സൈസ് ഇട്ടപ്പോഴാണ് കാണാനൊരു മെനയായി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ രാജമാണിക്യത്തിലെ മമ്മൂട്ടിയുടെ ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയ വീഡിയോ ആണ്. കുറേ പോസിറ്റീവ് കമൻറ്റുകളും ഉണ്ടായിരുന്നു. അതിലൊരു കമൻ്റാണ്, മച്ചാനിത് AI ഒന്നുമല്ലല്ലോ, കറക്റ്റ് രാജമാണിക്യം മമ്മൂട്ടി. 143 ലൈക്കുള്ള കമൻ്റാണ്. കറക്റ്റ് മമ്മൂട്ടിയുടെ ലുക്കാന്നൊക്കെയാണ് പറയുന്നത് രാജമാണിക്യത്തിൽ. അതിൽ നമ്മൾ കറക്റ്റ് ആ ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രാജമാണിക്യത്തിൽ മമ്മൂട്ടിയിട്ട് അതേ കളർ ഡ്രസ്സും മുണ്ടും നമ്മൾ വാങ്ങിച്ച്, പിന്നെ അതേപോലെ തന്നെ കൂളിംഗ് ഗ്ലാസും വെച്ച്, അപ്പം ഏകദേശം അതേപോലെ ലുക്കായി എന്നാണ് എനിക്കും തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ കറക്റ്റ് മമ്മൂട്ടി 87 ലൈക്ക്. കുറേ പേർക്കൊക്കെ ഇഷ്ടമായി തോന്നുന്നു. ഒരു ഫോട്ടോ അപ്പോൾ കുറേ പേര് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് കുറേ പേർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഈ സംഭവം സെലിബ്രിറ്റി ഔട്ട്ഫിറ്റിൽ ദുൽഖറിന്റെ വീഡിയോ, അതായത് ദുൽഖറിന്റെ ആ ഷർട്ട് ഞാൻ മുമ്പ് വാങ്ങുന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായി. അതേപോലെ തന്നെ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഔട്ട്ഫിറ്റ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന കമന്റാണിത്. ദുൽഖർ സൽമാൻ കോസിട്ടതിന് ശേഷം സൽക്കർ ദുൽമാൻ എന്ന് പറഞ്ഞിട്ട് 161 ലൈക്ക്. ദുൽഖർ സൽമാൻ തിരിച്ചിട്ടാന്ന് തോന്നുന്നു. എന്തായാലും അതേപോലെയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ അടിപൊളി കമൻറ്റുകളുണ്ട്. ഇതും കൂടാതെ ഇഷ്ടംപോലെ കമൻറ്റുകളുണ്ട്. അതൊക്കെ നോക്കാനിരുന്ന വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. ഇപ്പം തന്നെ 10-15 മിനിറ്റ് ആയി തോന്നുന്നു വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കുറേ പേര് കമൻസ് ഒക്കെ ഇതിലുണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ വീഡിയോ കണ്ടതാണ്, എൻ്റെ യൂട്യൂബിലുള്ള ആൾക്കാരാണ് ഇൻസ്റ്റയിലുള്ളതെങ്കിൽ. അപ്പോൾ എന്തായാലും അത് ഓൺലൈനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ സംശയം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെട്ട ഒരു അടിപൊളി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.